നാട്ടുകാർ പറയുന്നത് കേട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാഷനെ വഴിയിൽ ഉപേക്ഷിക്കരുത്. പലരും നിങ്ങളെ തളർത്താൻ നോക്കും, നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണ്ട വേണ്ട എന്നൊക്കെ പറയും. വെറുതെ കനാലുകൊണ്ട് ഇരുന്ന് ട്രൈപോഡിൽ ഒറ്റയ്ക്കിരുന്ന് റീലിട്ടുകൊണ്ടിരുന്ന എന്റെ ഒപ്പം ഇന്ന് എന്റെ തോളത്ത് കൈയിട്ടിരിക്കുന്നത് മേജർ രവീന്ദ്രനാണ്. ഹായ് സർ. മേജർ രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഉറപ്പായിട്ട് അറിയാം മേജർ രവീന്ദ്രനാണെന്ന്. അത് വെറുതെ റീലിട്ടിട്ട് വിട്ട് കുഴപ്പമില്ല. അത് ഇനിയിപ്പോ നിനക്ക് പണി ഞാൻ തരാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, ഡു ഗുഡ് തിങ്സ് ഫോർ ദ സൊസൈറ്റിക്ക് നല്ലത് ചെയ്യും. ആരോ എന്തോടെയും പറഞ്ഞത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് കറക്റ്റ്. ഇല്ലേ ഇല്ല എന്നുള്ളത് ചിലപ്പോ നിങ്ങൾക്ക് തോന്നും വേണ്ട ഞാൻ ഇതിനൊരു കമന്റ് പഠിക്കുന്നു, വിട്ടേക്കുന്നു. അല്ല പറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അന്വേഷിച്ച് സത്യാവസ്ഥ. അല്ല ഒരുത്തനിട്ടു അതിന്റെ മുകളിൽ ഞാനും പാല് കൊടുത്തിട്ട് എത്രയോ കാണുന്നുണ്ട്. ഒരു ന്യൂസ് ഇപ്പൊ ഞാൻ ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ്. മേജർ രവിയുടെ പുറത്തുനിന്ന് മോഹൻലാൽ പിന്മാറി. മോഹൻലാലിനും അറിയില്ല, മേജർ രവിക്കും അറിയില്ല, ഇവർക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ അസൂയക്കാർ കൊടുക്കുന്നോ അല്ലെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാം. ഫാക്ട് അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളെ ആ ഒരു വിശ്വാസം നിലനിൽക്കും. അതൊക്കെ നോണ പറഞ്ഞ് ഒരിക്കലും കാരണം ഇല്ലെങ്കിൽ വേണ്ട. അത്രേ ഉള്ളൂ. ബൈ സർ. ബൈ.